ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ലണ്ടൻ വരെ ഒന്ന് പോയി. ലണ്ടൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്തായാലും കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. നമ്മൾ ബ്രിട്ടൻ്റെ തലസ്ഥാനമാണ്. യുണൈറ്റഡ് കിങ്ഡം, UK തലസ്ഥാനമാണ്. ഇപ്പം ലണ്ടൻ നമ്മുടെ യൂറോപ്പിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റികളിലൊന്നാണ്. ഫിനാൻഷ്യൽ സെൻ്ററാണത്. ഏറ്റവും വലിയ ഒരു ഫിനാൻഷ്യൽ സെൻ്ററാണ് ഇന്നത്തെ ലണ്ടൻ. ഈ ലണ്ടൻ്റെ ചരിത്രം നമുക്ക് നോക്കിയാൽ അത് റോമൻ സാമ്രാജ്യ കാലഘട്ടം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈവൻ ബ്രോൺസ് ഏജിലൊക്കെയുള്ള അവശിഷ്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ റോമൻസ് ആണ് അവിടെ ആദ്യം സെറ്റിൽമെൻറ്റ് ചെയ്തത്. ലണ്ടനിലെ ഏറ്റവും പ്രധാന നദിയാണ് തേംസ് നദി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾക്ക് പഠിക്കുന്നത് തേംസ് നദി. അപ്പോൾ ആ നദിയുടെ നമ്മൾ ഏത് സംസ്കാരം രൂപപ്പെട്ടതാണെങ്കിലും അത് ഏതെങ്കിലും ഒരു നദിയുടെ ചുറ്റുമായിരിക്കും അത് രൂപപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ ലണ്ടൻ ഈ ഒരു തേംസ് നദിയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഈ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ അതിന് ലണ്ടേനിയം എന്നാണ് പറയുക. റോമൻ കാലഘട്ടത്തിൽ ലണ്ടനെയും ചുരുങ്ങിയാണ് അത് ഇന്നത്തെ ലണ്ടൻ ആയത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഒരു ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. നമ്മൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഒരു സ്ട്രീറ്റുകളാണ്. ഇപ്പം ലണ്ടനിലെ എല്ലാ സ്ട്രീറ്റുകളാണ്. കുറേ സ്ട്രീറ്റുകളുണ്ട് അവിടെ. ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്, കവനൻ സ്ട്രീറ്റ്, പിന്നെ ബോണ്ട് സ്ട്രീറ്റ്, അങ്ങനെ കുറേ സ്ട്രീറ്റുകളാണ്. ബേക്കർ സ്ട്രീറ്റ്. അപ്പോൾ ആ സ്ട്രീറ്റിലൊന്നാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. നമ്മുടെ യൂറോപ്പിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള സ്ട്രീറ്റുകളിലൊന്നാണ് ഈ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. കോവിഡിന് മുമ്പേ ഒക്കെ ഭയങ്കര ബിസിയാണ്. കോവിഡിന് ശേഷം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സ്ട്രീറ്റുകളുടെ അപ്പുറത്തും ഇപ്പുറത്തും കുറേ റീറ്റെയിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ള ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് പഴയ കെട്ടിടങ്ങളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷോപ്പ് 1800s 1700 1800 കാലഘട്ടത്തിലുണ്ടായിരുന്ന അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പുകളും പബ്ബുകളൊക്കെ ഇപ്പോഴും കാണാം. നമ്മൾ ജോർജ്, അതൊക്കെ 1700-കളിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇന്നും ആ ഷോപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഷോപ്പുകൾ. അപ്പോൾ അത് നടന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് കണ്ടത്, ലേറ്റോ. അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റീൽസിലൊക്കെ, ആലിയ ഭട്ടിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷോപ്പാണ്. ഒരു മിൽക്ക് കേക്ക് ഉണ്ട്. അവിടെ പോയി മിൽക്ക് കേക്ക് കഴിച്ചു. ഇതാണ് ആ മിൽക്ക് കേക്ക്. കഴിച്ചു, നല്ല ഇഷ്ടമായി. വളരെ നല്ല കേക്കായിരുന്നു. ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലിയ ഭട്ടിൻ്റെ പേരിലുള്ള ഒരു പ്രത്യേകത, അവിടുത്തെ വെയിറ്റേഴ്സൊക്കെ ഇന്ത്യൻസ് ആണ്. അവിടെ വരുന്നവരും കുറേ പേരൊക്കെ ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ കേക്ക് കഴിച്ചു. പിന്നെ അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ലണ്ടൻ ആ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ ഈ ലെറ്റോ കഫേയിലൊക്കെ ഒന്ന് കയറി കേക്കൊക്കെ കഴിക്കുക. പിന്നെ ഒരുപാട് നിങ്ങളെന്തായാലും പോകണം അവിടെ ലണ്ടനിൽ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും പഠിക്കാനും ഉണ്ട്. താങ്ക് യു.